നമ്മളെപ്പോലെ പാവങ്ങളിൽ നിന്ന് എന്തിനാ കയറ്റ് വരുന്നത്? സത്യമായിട്ട് എൻ്റെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചവർ എന്നോട് ഈ ചതി ചെയ്യത്തില്ല. റൂമിൻ്റെ ഇവിടെ ഞാൻ സാധാരണ ഇങ്ങനെ കയറിയേ ഇവിടെ എൻ്റെ ബാഗ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെത്തേടടിയിൽ എൻ്റെ ബാഗ് സൂക്ഷിച്ചിരുന്നു. ഇങ്ങനെ എൻ്റെ പെൺകുട്ടികളുമായി ഒന്ന് പ്രയാസം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അലിഞ്ഞു പോയത് സത്യം. കാരണം ഞാനും കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ ഒരു അടപ്പ് പാത്രമുണ്ട്. എൻ്റെ പ്രൂഫുകളെല്ലാം നനച്ച് അവൾ വെച്ചിരിക്കും. എല്ലാം എടുത്ത് കണ്ടോ, എല്ലാം പന്നലാക്കി വെച്ചിരിക്കുന്നത്. ഓരോ രൂപയും ഞങ്ങൾ കഷ്ടപ്പെട്ട കപ്പലിൽ കച്ചവടം ചെയ്ത് മേടിച്ചതാണ്. അതിൽ നിന്ന് അവൾക്കൊരു നല്ലതാണ് ഞാൻ ചെയ്തത്. പക്ഷെ അവൾ എനിക്ക് തിരിച്ച് ദ്രോഹമാണ് ചെയ്തത്. പക്ഷേ എന്നാലും നമ്മൾ സൂക്ഷിക്കും. ഇങ്ങനെ സിംഗിളായിട്ട് വരുന്നവർക്ക് അധികം വീട് കൊടുക്കാതിരിക്കണം നല്ലത്. രാത്രിയിൽ കപ്പലണ്ടി വറുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം സ്വരുകൂട്ടിയുണ്ടാക്കിയ 6 പവനാണ് മൈലം സ്വദേശി മഞ്ജുവിന് സ്വന്തം വീടിൻ്റെ ഭാഗം അഭയം നൽകിയതുകൊണ്ട് നഷ്ടപ്പെട്ടത്. ഒരു വീട് പോലെ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് വീട്ടിൽ കുട്ടികൾ മാത്രമുള്ളപ്പോൾ കിടപ്പുമുറിയിൽ കയറി അവിടെ സൂക്ഷിച്ചിരുന്ന സ്വർണം റസീന കവർന്നെടുത്തത്. എന്താണ് സംഭവിച്ചതെന്ന് മഞ്ജു തന്നെ നമ്മളോട് പറയും. ചേട്ടാ, ഇവിടെയാണ് അവർ വാടകയ്ക്ക് താമസിച്ചത്. കാരണം ഞാൻ അവളടുത്ത് വാടക പോലും തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നല്ല ഇതായിട്ട് ഞങ്ങൾ ഇതായിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് അവൾ എന്നോട് ഈ ചതി ചെയ്തിട്ട് എൻ്റെ 6 പവൻ്റെ സ്വർണ്ണം മോട്ടിച്ചുകൊണ്ടത്. ഞാൻ കഷ്ടപ്പെട്ട ഞാനത് കൊണ്ടുപോയി ഇവിടെ വച്ചിരുന്നത്. കഷ്ടപ്പെട്ട് കപ്പലിൽ കച്ചവടം ചെയ്ത് ഞങ്ങൾ കൊണ്ടുവച്ചതാണ്. കാരണം എനിക്ക് വേറെ ഒരു ലോട്ടറി അടിച്ചത് വേറെ ഒന്നുമല്ല. കഷ്ടപ്പെട്ട മുതലാണ്. ഓരോ ഉത്സവം പറയുമ്പോൾ 3 നേരത്തിൽ 1 നേരമായിരിക്കും ആഹാരം കഴിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ പിള്ളേർക്ക് ഞാൻ സേമിച്ചുകൊണ്ട് വെച്ചത്. അവൾ ഇവിടെ താമസിച്ചിട്ട് ഈ തെമ്മാടിത്തരം എൻ്റെ വീട്ടിനകത്ത് കയറി ചെയ്തത്. എൻ്റെ വീട്ടിനകത്ത് കയറി അവൾ മോട്ടിച്ചത്. അത് എൻ്റെ പിള്ളേരുടെ അടുത്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ട്, നിങ്ങൾക്ക് സ്വർണ്ണം ഉണ്ടോ, എന്തുണ്ട്, എവിടെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടാണ് അവളത് ചെയ്തത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ലാസ്റ്റും പാടാം. ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതും അവൾ തന്നെ എന്നോട് ഈ പണി ചെയ്തത്. കാരണം വെളിയിൽ നിന്ന് ഒരാൾ ചെയ്താൽ പോലും എനിക്ക് ഇത്ര ഇത് ഉണ്ടാകത്തില്ല. ശരി, വെളിയിൽ നിന്ന് അറിയാം. ഇതിപ്പോൾ എന്നെ നല്ലതുപോലെ അറിയാം. എന്നോട് ഒരു ദിവസമെങ്കിലും അവൾ കപ്പലണ്ടി കച്ചവടത്തിന് വന്നിട്ടുണ്ട് ഉത്സവപ്പറമ്പിൽ. കഷ്ടപ്പാട് എന്തിനും നമുക്കറിയാം. അവൾ എന്നോട് ഇത് ചെയ്തല്ലോ എന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യരുത്. ഇത് എനിക്കൊരു പാഠമാണ്. 1 2 എൻ്റെ 6 പവനോളം അവൾ മോട്ടിച്ചുണ്ട്. എൻ്റെ അസാൾട്ട കൊണ്ട് പണയം വെച്ചല്ലോ എല്ലാം. പൈസയ്ക്ക് എന്തുമാത്രം ആർത്തിയെന്നറിയാം അവൾക്ക്. എൻ്റെ കൂടെ നടക്കുക. എൻ്റെ കൂടെ അവളും കൂടെ ഓടി എൻ്റെ കൂടെ നടക്കുക അവള്. ലാസ്റ്റ് ബാഗ് കിണറ്റിൽ നിന്ന് കിട്ടിയപ്പം ആശാത്തേക്ക് എവിടെയും പോകണ്ട, അങ്ങ് സ്റ്റക്കായിരുന്നു അവള്. രാത്രി ഒളിച്ചോടി പോയി. ഇവിടെ നിന്ന് സ്റ്റെപ്പ് ചാടി അവൾ കയറി ഓടി പോകും. ഞാൻ ഓട്ടിച്ചിട്ട് പിടിക്കും അവളെ. ഓട്ടിച്ചിട്ട് പിടിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പക്ഷെ അവർക്ക് തെളിവില്ലെന്ന് പറഞ്ഞാൽ അവരൊന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ പിന്നെ എന്നിട്ട് അവരിതിൻ്റെ പിന്നാലെ തെളിവ് നടന്ന പിന്നെ അവളെ തെളിവോടെ അവളെ പിന്നെ അറസ്റ്റ് ചെയ്തത്. ഞങ്ങളെ സാധനം കിട്ടിയില്ലേ. പിന്നെ അവളെ പിള്ളേരെ ഹോസ്റ്റലിലാക്കി ചൈൽഡ് ലൈനിൽ. അതൊരു പിള്ളേരല്ലയോ, അമ്മ ചെയ്ത കൊറ്റിൻ്റെ മക്കൾ അനുഭവിക്കുന്നത്. ഇതിനകത്തൊരു അടപ്പ് പാത്രമുണ്ട്. എൻ്റെ പ്രൂഫുകളെല്ലാം നനച്ച് അവൾ വെച്ചിരിക്കും. എല്ലാം എടുത്ത് കണ്ടോ, എല്ലാം പന്നലാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം കണ്ട കീറി പറഞ്ഞായിരിക്കുന്നത്. ഇതെല്ലാം എനിക്കിനി വാങ്ങണമെങ്കിൽ എത്ര അക്ഷയയിൽ കയറി ഇറങ്ങണം. ഇതെല്ലാം ഒറിജിനൽ എൻ്റെ ശിക്ഷ. കാരണം അവൾ ഒരു മാസം വാടക തന്നില്ലെങ്കിൽ പോലും ഞാൻ വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു കുടുംബത്തെ പോലെ ആയിരുന്നു, എൻ്റെ ഒരു ചേച്ചിയെ പോലെ ഞാൻ അവളെ കണ്ടതും. അവൾ കൂടുതലും ഫുഡൊന്നും മേളിൽ വെക്കത്തില്ല. പിള്ളേർ എനി ടൈം വരുന്നതും കഴിക്കുന്നതും ഉറങ്ങുന്നതെല്ലാം എൻ്റെ വീട്ടിനകത്ത്. അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തത്. എന്നോട് ഭർത്താവ് കളഞ്ഞിട്ട് പോയെന്ന് എന്നോട് പറഞ്ഞത്. ഇളയ കൊച്ചിന് ക്യാൻസർ ആണെന്ന്. പക്ഷെ അങ്ങനെ യാതൊരു അസുഖവും. അവൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അവളെ കൊച്ച് നല്ല ആരോഗ്യമുള്ള കൊച്ച, ഒരു അസുഖവും. ഞാൻ ചുമ്മാ പറയുകയാണെന്ന്. ഇതിനകത്ത് ഞാൻ സ്വർണ്ണം സൂക്ഷിച്ചിരുന്നു. ഈ കവറിനകത്ത് ഈ അടപ്പ് പാത്രത്തിനകത്ത് ഞാൻ സൂക്ഷിച്ചിരുന്നു. 6 പവനോളം. കണ്ട, ഇത്രയും ടൈറ്റുള്ള അടപ്പ് പാത്രം. ഞാൻ ഒരാൾക്കൊരു ഉപഹാരം ചെയ്തതാണ്. കാരണം ഞാനും കഷ്ടപ്പാടിന്ന് ഇത്രയും ഇതിൽ വന്നത്. ഇനി ആർക്കും, കാരണം വാടകയ്ക്ക് ആര് വീട് കൊടുത്താലും സൂക്ഷിച്ച് വേണം കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനെക്കാട്ടും വലിയ പണി അവർക്ക് കിട്ടും. വാടക നോക്കിയല്ലല്ലോ കൊടുത്തേ. സ്നേഹം എന്ന് പറയുന്നത് ആ കൊച്ചുങ്ങളെ ഓർത്താ. ആ കൊച്ചിനിക്ക് ഈ സ്വർണം മോഷ്ടിച്ചിട്ട് ഇവർ ഈ ബാഗും ഇത് എവിടെ ഇട്ടു? എൻ്റെ കിണറ്റിനകത്ത്. എൻ്റെ ഈ വെള്ളം കുടിക്കുന്ന ഈ അപ്പോഴും വെള്ളം കുറവായിരുന്നു. ഇപ്പോഴും ഇച്ചിരി അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. അന്ന് അപ്പോഴും വെള്ളം കുറവ്. അടിയിലത്തെ പാറ വരെ കാണാം. ഇതിനകത്ത് അവൾ ഇട്ടത്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി കിണറ്റിൻ്റെ വെള്ളം കുറവാണ്, കുറച്ച് വേണം യൂസ് ചെയ്യാൻ, അപ്പുറം ഇപ്പുറം വെള്ളം പോയി ആരും തരത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കിണറ്റിനകത്ത് നോക്കുന്നില്ല. അന്നേ ദിവസം കിണറ്റിൽ നോക്കുന്നില്ല. എൻ്റെ വീടിനകത്ത് മാത്രം നോക്കണം. കാരണം മേളിൽ ഇരിക്കുന്ന ബാഗ് എങ്ങനെ കിണറ്റിനകത്ത് വരും? എനിക്കിത് ഓർമ്മയിലില്ല. തിരിച്ചെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ദിവസം പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പറഞ്ഞെടുത്തിട്ട് ഞാൻ ഈ അയ്യ മൊത്തം നോക്കുക. ഇപ്പുറത്ത് അയ്യത്ത് കയറി നോക്കുക. അപ്പുറത്ത് പറയുന്നില്ല. അവൾ എൻ്റെ കൂടെ നടക്കുക. സ്റ്റേഷനിലായാലും എവിടെയായാലും എൻ്റെ കൂടെ നടക്കുക. അവള് കട്ടെടുത്തിട്ട് അവൾ ഒരു കൂസലും ഇല്ലാതെ എൻ്റെ കൂടെ നടക്കുക. അപ്പം ഞാൻ എങ്ങനെ അവളെ സംശയിക്കുക? എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരെ എല്ലാ കാര്യവും അവൾ ചെയ്യുക. എന്നിട്ട് എനിക്കൊരു ഇതുപോലെ ഇവരെടുത്തില്ല, എൻ്റെ ഭർത്താവിന് തരില്ല, പിന്നെ എവിടെ പോയി, എൻ്റെ സ്വർണ്ണങ്ങൾ എവിടെ പോയി എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ നോക്കിയിട്ട് എല്ലായിടം നോക്കിയല്ല, എൻ്റെ കിണറും കൂടെ നോക്കാൻ. ഞാൻ തന്നെ വന്ന് ഇങ്ങനെ നോക്കിയപ്പം അങ്ങറ്റം ബാഗ് പൊങ്ങി കിടക്കുക. ഞാൻ കിടന്ന് വിളിക്കുക,
അമ്മ ബാഗ് കിട്ടി, അമ്മ ബാഗ് കിട്ടി, അമ്മ ബാഗ് കിട്ടിയെന്ന്. അപ്പോഴിവള് മേളിൽ നിന്ന് അനങ്ങുന്നില്ല. ബാഗ് ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ മഞ്ജു ബാഗ് കിട്ടിയെന്ന് പറഞ്ഞ് ഓടി വരും, എൻ്റെ കൂടെ ഓടി വരും. ഇവള് ഈ മേളിൽ ഇരുന്നിട്ട് ഇവൾ അനങ്ങുന്നില്ല, ഇവളെ ഇറങ്ങി വരുന്നതേ ഇല്ല. ഒടുക്കം നമ്മൾ ഉടനെ SI സാറെ വിളിച്ച്, സാർ ഇതുപോലെ ബാഗ് എൻ്റെ, അത് നിങ്ങൾ അറിയാന്നുള്ള ആരെങ്കിലും വിളിച്ചെടുക്ക്, ഫുള്ളാ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ഞങ്ങളും എൻ്റെ ചേച്ചിയുടെ മോനുണ്ടായിരുന്നു, ഇറങ്ങിയെടുത്ത് ഫുള്ളാ വീഡിയോ അടിച്ച് ബാഗ് എടുത്ത് ഇവിടെ ഇങ്ങനെ വച്ചിട്ട് ഫുള്ളാ ഞാൻ എടുത്ത് വെളിയിലിട്ട്. അടപ്പ് പാത്രം തുറന്നു നോക്കണം, അതിനകത്തില്ല. അഭയം കൊടുത്തതാ, എൻ്റെ ഒരു സഹോദരിയെ പോലെ ഞാൻ നോക്കിയത്. സത്യം പറഞ്ഞാൽ എവിടെ എന്ത് ഞാൻ എൻ്റെ പിള്ളേർക്ക് മേടിച്ചാലും അതുപോലെ ആ പിള്ളേർക്ക് കൊടുക്കും. ഞാൻ തിന്നാൻ കൊടുത്തിട്ട് പറയുന്നല്ലോ, ഒരു തരത്തിൽ ആഹാരം കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൂടാ. പക്ഷെ എന്തോന്നായാലും ഞാൻ അവളെ ഒരു സഹോദരിയെ പോലെ തന്നെ കണ്ട് ഇതുവരയ്ക്കും കൊണ്ട് നടന്നു. പക്ഷെ എന്നോട് പിള്ളേരെന്ന് പറഞ്ഞാൽ അതുപോലെയാ. എൻ്റെ പിള്ളേർക്ക് എന്തൊരു തിന്നാലും ആ കൊച്ചുങ്ങൾക്ക് കൊടുത്തിട്ട് തിന്നത്തുള്ളൂ. 24 മണിക്കൂറും ചേച്ചി ചേച്ചി എന്ന് പറയുമ്പോൾ എന്തൊരു കെട്ടിപ്പിടുത്ത ഉമ്മയപ്പെന്ന് പറയുമ്പോൾ സ്നേഹമായിരുന്നു, അത്രയ്ക്ക് ജീവനായിരുന്നു. എന്നോട് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വലിയ പണക്കാരിയുമല്ല, കഷ്ടപ്പെട്ട് ഇതൊക്കെ ഞാൻ സമ്പാദിച്ചത്. ഞാനും എൻ്റെ ഭർത്താവ് ഉത്സവപ്പറമ്പിൽ കടന്ന് ലോൺ എടുത്ത അറിയാലോ, കപ്പലണ്ടി കച്ചവടം ചെയ്താ. ഈ ബാഗ് ഇട്ടപ്പോൾ ഞാൻ പോയി ചോദിക്കുക, ചേച്ചി എൻ്റെ ബാഗ് എങ്ങനെ ചേച്ചി കയറ്റിനകത്ത് പോയത്? മഞ്ജു നീ എന്തോ പറയുന്നത്, ഞാൻ എടുത്തെന്നോ? ഞാൻ പറഞ്ഞു ചേച്ചി അബദ്ധം ആർക്കും പറ്റും, ചേച്ചി എടുത്തെങ്കിൽ ഇങ്ങതാ, കാരണം നിനക്ക് 2 പെൺപിള്ളേരെ എനിക്ക് 2 പെൺപിള്ളേരെ, ഞാൻ എൻ്റെ പിള്ളേർക്ക് വാങ്ങിച്ചു വെച്ചത്, ചേച്ചി ഇങ്ങതാ. നീ എന്തിനു പരാതി കൊടുത്തില്ല, നീ പോലീസ് സ്റ്റേഷൻ വഴി വാങ്ങുന്നു. തൊട്ടിട്ടില്ല, അവൾ എടുത്തിട്ടില്ല, അവൾക്ക് അറിയത്തില്ല. കപ്പലണ്ടിക്കാരയിൽ എങ്ങനെയാണ് ഇത്രയും സ്വർണ്ണമെന്ന് അവൾ ചോദിക്കുന്നത്. അവളെ വിചാരം ഇതിനകത്താണ് സ്വർണത്തിൻ്റെ ബില്ലെന്ന് അവൾ വിചാരിച്ചത്. പക്ഷേ നമ്മളെ വീട്ടിലാരോ, കാരണം എൻ്റെ സംശയം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് അവരെ കുറ്റം പറയത്തില്ല. എൻ്റെ സംശയം അതായിരുന്നു. എനിക്ക് ആദ്യം ഇവിടെ സംശയം ഇല്ലായിരുന്നല്ലോ. വാടകക്കാരെ നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് സംശയിക്കാൻ പറ്റും? ഈ ബാഗ് കിണറ്റി കിടന്ന് ഇത്രയും പ്രൂഫ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വാടകക്കാരെ സംശയിച്ചിട്ടുള്ളൂ. എൻ്റെ കാമ്പൗണ്ടിൽ വേറൊരുത്തൻ കയറത്തില്ല. അവൾ കൊണ്ട് പണയം വെച്ചു അടൂര് സ്വകാര്യ ബാങ്കില്. അവള് 4-5 എന്നാ പറയുന്നത്. അവളെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ ഈ അവക്ക് പ്രൂഫ് എല്ലാം കാണിച്ചു കൊടുത്തു. അവൾ ഇന്നലെ രാവിലെ പോലീസുകാർ പിടിച്ച് ചോദിച്ചപ്പം പോലും കുറ്റസമ്മതം അവൾ ചെയ്തില്ല. ഒടുക്കം തെളിവ് സഹിതം കാണിച്ചതിന് ശേഷം മാത്രമാണ് അവൾ സമ്മതിച്ചതും ഈ സാധനം ഇന്നിടത്ത് ഇരിക്കുന്നെന്ന് അവൾ പറഞ്ഞ് പോലീസുകാരെ എടുത്ത്. അത്രയ്ക്ക് ഇന്നലെ നോക്കാം, എനിക്ക് അത്രയ്ക്ക് സന്തോഷം. ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലാണ്. കാരണം പോയെന്ന് തന്നെ വിചാരിച്ചു. കാരണം ഇവള് കൊണ്ട് വിറ്റിരുന്നെങ്കിൽ അത് ഉരുക്കി അവർ നമുക്ക് പോലും അടയാളം അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഉരുക്കി പോകുമായിരുന്നു. ഒരുപാട് നടന്നു, 1 മാസം വരെ ഇതിൻ്റെ പുറകെ ആയിരുന്നു. ഉള്ള പ്രൂഫുള്ള ഇതെല്ലാം കണ്ട, എല്ലാം എൻ്റെ പിള്ളേരുടെ ജനന സർട്ടിഫിക്കറ്റ്, ആവശ്യമുള്ള സാധനങ്ങൾ, എല്ലാ ഫയലും എല്ലാം എനിക്ക് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം 2 പെൺകുട്ടികളുമായി ഒന്ന് പ്രയാസം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അലിഞ്ഞു പോയത് സത്യം. കാരണം ഞാനും കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ അച്ഛൻ മരിച്ചതാണ്, എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട വളർത്തി. അപ്പോൾ ഒരാളെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് അറിയാതെ. പക്ഷെ അവൾ ഇങ്ങനെ ചെയ്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒട്ടും. പക്ഷേ എന്നാലും നമ്മൾ സൂക്ഷിക്കും. ഇങ്ങനെ സിംഗിളായിട്ട് വരുന്നവർക്ക് അധികം വീട് കൊടുക്കാതിരിക്കണം നല്ലത്.